ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ നെല്ലിശ്ശേരിയിലേക്ക് എത്തിയ കാർത്തികയും ACP കാർത്തികം സംഘവും നന്ദനോട് കാര്യങ്ങൾ അവതരിപ്പിച്ച് അവിടെയുള്ള എല്ലാവരോടും വിവരങ്ങൾ അന്വേഷിക്കാനായി അകത്തേക്ക് എത്തുന്നു. അകത്തേക്ക് അവരെ ക്ഷണിച്ചുകൊണ്ട് വരുന്ന നന്ദനെ കണ്ട് എല്ലാവരും അതിശയപ്പെട്ട് ഹാളിലേക്ക് എത്തിയതും അർച്ചനയോട് കാർത്തിക് ചില ചോദ്യങ്ങൾ ചോദിച്ചു. ഇന്ന് സച്ചി സാറുമായി ബന്ധപ്പെട്ട് സംഭവിച്ച കാര്യങ്ങളെല്ലാം ഒന്ന് ഓർമ്മയിൽ നിന്ന് അർച്ചന മേഡത്തിന് ഒന്ന് പറയാൻ കഴിയുമോ എന്ന് ചോദിച്ചു. അർച്ചന അത് പറയാൻ തയ്യാറായി. അർച്ചന ഉടനെ തന്നെ സച്ചി അന്ന് രാവിലെ പോകാൻ തയ്യാറായപ്പോൾ അർച്ചന പോകണ്ട എന്ന് പറഞ്ഞുവെന്നും ഇന്ന് സ്നേഹയുടെ വിവാഹത്തിന്റെ ഒരുക്കങ്ങൾ നടക്കുന്നത് കൊണ്ട് ഇന്ന് പോകണ്ടെന്ന് സച്ചിയേട്ടനോട് ഞാൻ പറഞ്ഞതാണെന്ന് അർച്ചന പറഞ്ഞു. അപ്പോൾ സച്ചിയേട്ടൻ പറഞ്ഞത് ഇന്ന് അത്യാവശ്യ ചില ജോലികൾ ചെയ്തു തീർക്കാനുണ്ടെന്നും അതുകൊണ്ട് ഞാൻ പോയിട്ട് വേഗം തന്നെ എത്താമെന്ന് പറഞ്ഞാണ് സച്ചിയേട്ടൻ റൂമിൽ നിന്ന് ഇറങ്ങിയത്. പിന്നെ അന്ന് രാവിലെ പോകാൻ തയ്യാറെടുത്തപ്പോൾ ധനുഷും നന്ദനും സേതുമാധവനും ഒക്കെ പറഞ്ഞ കാര്യങ്ങളും പിന്നീട് അർച്ചന സച്ചിയുടെ പിന്നാലെ ചെന്ന് അന്ന് പോകുന്നതിനെ എതിർത്തുകൊണ്ട് എത്രയും വേഗം മടങ്ങി വരുമോ എന്ന് ചോദിച്ചപ്പോൾ സ്നേഹയെ പേടിപ്പിക്കാതെ അല്ലെങ്കിൽ സ്നേഹയെ വിഷമിപ്പിക്കാതിരിക്കാനായിട്ട് താൻ നേരത്തെ തന്നെ എത്തുമെന്നും അവളുടെ സന്തോഷത്തിന് താൻ ഒരിക്കലും തടസ്സം നിൽക്കുന്നില്ല എന്നും അർച്ചനയോട് സച്ചി പറഞ്ഞതെല്ലാം അർച്ചന ACPയോട് അറിയിച്ചു. അതിനുശേഷം സച്ചി പോകുന്ന സമയത്ത് അർച്ചന സച്ചിയെ വിളിച്ച് സന്ദീപിനെ എങ്ങനെയെങ്കിലും ഇന്ന് കൂട്ടിക്കൊണ്ടു വരണമെന്നും ഇന്ന് തലേദിവസമെങ്കിലും അവൻ ഈ വീട്ടിലുണ്ടാകണമെന്ന് ഇവിടെ വന്നിട്ട് പോകാനെങ്കിലും അവനോട് ആവശ്യപ്പെടാൻ സച്ചിയോട് അർച്ചന പറഞ്ഞതും അർച്ചന പറയുന്നു. പിന്നീട് അവസാനം വിളിച്ചപ്പോൾ സച്ചിയേട്ടൻ അവിടെ സന്ദീപിനരികിലേക്ക് എത്താറായെന്നാണ് തന്നോട് പറഞ്ഞതെന്ന് അർച്ചന അറിയിക്കുന്നു. അതിനുശേഷമാണ് സച്ചിനെ വീണ്ടും താൻ വിളിച്ചപ്പോൾ എത്താറായി എന്ന് മാത്രം പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തത്. പിന്നീട് ഫോണിലേക്ക് വിളിച്ചപ്പോൾ കോൾ എടുക്കുന്നുണ്ടായിരുന്നില്ല. കോള് അറ്റൻഡ് ചെയ്യാൻ സച്ചിയേട്ടൻ തയ്യാറാകാത്തതിന്റെ പിന്നിലും എന്തോ കാരണമുണ്ടെന്ന് എനിക്ക് സംശയം തോന്നി. അതുകൊണ്ടാണ് സച്ചിയേട്ടൻ എന്തോ സംഭവിച്ചെന്ന് ഞാൻ പറഞ്ഞെന്ന് അർച്ചന അറിയിച്ചു. എല്ലാം കേട്ട ആ നിമിഷം സച്ചിയോട് അപ്പോൾ അങ്ങനെയൊക്കെ പറയാനുള്ള കാരണം എന്താണെന്നും സച്ചിക്ക് അങ്ങനെ ആരെങ്കിലും ശത്രുക്കൾ ഉണ്ടാകുമോ എന്നുമൊക്കെ സച്ചി ഇങ്ങോട്ട് വരുന്നതിനെ കുറിച്ചുമൊക്കെ എന്തെങ്കിലും പറഞ്ഞിരുന്നോ എന്ന് കാർത്തിക് ചോദിച്ചപ്പോൾ അർച്ചന പറഞ്ഞത് സച്ചിയേട്ടൻ എന്തായാലും അർച്ചനയെ വേദനിപ്പിക്കുക, ഇവിടെ ഇന്ന് സ്നേഹയുടെ വിവാഹത്തിന്റെ ഒരുക്കങ്ങൾ നടക്കുന്നതുകൊണ്ട് സ്നേഹയുടെ മനസ്സ് വിഷമിപ്പിക്കില്ല എന്നും ഈ വിവാഹത്തിൽ പങ്കെടുക്കാനായി താൻ ഉടനെ എത്തുമെന്നുമാണ് സച്ചിയേട്ടൻ തന്നോട് പറഞ്ഞതെന്ന് അർച്ചന വീണ്ടും ACPയോട് പറഞ്ഞു. ACP അതെല്ലാം കേട്ട് സംശയത്തോടെ നിൽക്കുന്നുവെന്ന് മനസ്സിലാക്കിയതോടെ ആരെങ്കിലും ഇനി സച്ചിക്ക് ഏതെങ്കിലും വിധത്തിൽ ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടാകുമോ എന്നതായിരുന്നു അടുത്ത അന്വേഷണം. അങ്ങനെ ശത്രുക്കൾ ആരെങ്കിലും ആയിരിക്കുമോ സച്ചിയെ അപായപ്പെടുത്തിയിട്ടുണ്ടാവുക എന്ന സംശയത്തോടെ ACP അർച്ചനയോട് ചോദ്യങ്ങൾ ചോദിച്ചു. അർച്ചന അങ്ങനെ ആരെങ്കിലും ശത്രുക്കളുണ്ടോ എന്ന് ചോദിച്ചതും അർച്ചന സംശയത്തോടെ അവന്തികയെയും ധനുഷിനെയൊക്കെ നോക്കുമ്പോൾ പെട്ടെന്ന് നന്ദൻ മുന്നിലേക്ക് വന്നിട്ട് പറഞ്ഞു, അങ്ങനെ ശശിക്ക് പ്രത്യേകിച്ച് ശത്രുക്കളായിട്ട് ആരും തന്നെ ഉള്ളതായിട്ട് ഞങ്ങൾക്കറിയില്ല. അവനങ്ങനെ ശത്രുക്കൾ ആരും തന്നെ ഇല്ല സർ. ഞാൻ പറഞ്ഞല്ലോ, അവന് ഈ വിവാഹത്തോട് താല്പര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വിവാഹത്തിൽ പങ്കുചേരാൻ അവൻ ആഗ്രഹിച്ചിരുന്നില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് അവൻ എങ്ങോട്ടെങ്കിലും മാറി നിൽക്കാനാണ് സാധ്യതയെന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ACP അടുത്തു നിന്ന് SIയെ വിളിച്ചു. അയാളോട് ഉടനെ തന്നെ കൺട്രോൾ റൂമിൽ വിളിച്ച് വേഗം തന്നെ ആ സച്ചിയുടെ മൊബൈൽ ഫോണിന്റെ ടവർ ലൊക്കേഷൻ കണ്ടെത്താൻ ശ്രമിക്കണമെന്ന് അറിയിച്ചു. ആരൊക്കെയാണ് കോൾ ചെയ്തതെന്നും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ നീക്കങ്ങളും കൃത്യമായി തന്നെ ആയിരിക്കണമെന്നും സച്ചിയുടെ മൊബൈൽ ഫോൺ അവസാനം ഏത് ടവറിലാണ് കാണിക്കുന്നത് എന്നുമൊക്കെ കൃത്യമായി സെർച്ച് ചെയ്ത് ഉടൻ തന്നെ വിവരം അറിയിക്കണമെന്ന് SIയോട് പറഞ്ഞു. അതെല്ലാം കേട്ടതിന് പ്രകാരം SI പറഞ്ഞതുപോലെ ACP പറഞ്ഞതുപോലെ SI വേഗം തന്നെ വിവരങ്ങൾ അന്വേഷിക്കാനായി പുറത്തേക്ക് ഇറങ്ങിപ്പോന്നു. ഈ സമയത്ത് സേതുമാധവൻ പറഞ്ഞു, സാർ, അങ്ങനെ എൻ്റെ മകന് പ്രത്യേകിച്ച് ശത്രുക്കൾ ആരും ഉള്ളതായിട്ട് എനിക്കും തോന്നുന്നില്ല. അവൻ തൽക്കാലം ഇവിടെ നിന്നൊന്ന് മാറി നിൽക്കുന്നതാവാനാണ് സാധ്യത ഏറെയെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ മകനെ ആരെങ്കിലും കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയതാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് കാർത്തിക പറഞ്ഞു, അങ്ങനെ നമുക്ക് തീരുമാനത്തിലെത്താൻ കഴിയില്ല. ഈ ഒരു അവസ്ഥയിൽ സച്ചിയെ കുറിച്ച് അന്വേഷിക്കാതിരിക്കാനാവില്ല എന്ന് പറഞ്ഞ് ACP അങ്ങനെ നിൽക്കുമ്പോൾ അവന്തിക വേഗം ഇടയിൽ കയറി പറഞ്ഞു, സർ, ഈ നിൽക്കുന്ന സച്ചിയുടെ സഹോദരിയുടെ വിവാഹമാണ് നാളെ. അതുകൊണ്ട് സച്ചി അച്ഛൻ പറഞ്ഞതുപോലെ അല്പസമയം കഴിയുമ്പോൾ സച്ചി ഇവിടേക്ക് മടങ്ങിയെത്തിയേക്കും. ഈ ഒരു അവസ്ഥയിൽ ഇവിടെ പോലീസുകാർ ഇങ്ങനെയുള്ള അന്വേഷണവുമായി മുന്നോട്ട് നീങ്ങുന്നത് അത് വിവാഹത്തെ ബാധിച്ചേക്കും. ചിലപ്പോൾ ഇവിടെ ഇങ്ങനെ പോലീസുകാർ വന്നതെന്നും ഇതുപോലെ അന്വേഷണം നടക്കുന്നതെന്ന് അറിഞ്ഞാൽ
ഈ സ്നേഹവിവാഹം കഴിക്കാനിരിക്കുന്ന ധനുഷിന്റെ വീട്ടുകാർക്ക് ചിലപ്പോൾ ഇതിനോട് എതിർപ്പ് തോന്നാനും അവര് വിവാഹത്തിൽ നിന്ന് പിന്മാറാനും ചിലപ്പോൾ സാധ്യതയുണ്ട് എന്ന് അറിയിച്ചു. അത് കേട്ട ഉടനെ തന്നെ രാജമല്ലിക മുന്നിലേക്ക് വന്ന് പറഞ്ഞു, അതെ, ഞങ്ങൾ ആരുടെയെങ്കിലും വിവാഹം മുടക്കുന്ന ജോലിയല്ല കേരള പോലീസിനുള്ളത്. ഞങ്ങൾ വന്നത് ഒരാൾ മിസ്സിംഗ് ആണ് എന്ന പരാതിയിന്മേലാണ്. അങ്ങനെ അയാൾ മിസ്സിംഗ് ആയിട്ടുണ്ടെങ്കിൽ അയാളെ കണ്ടെത്തേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ് എന്ന് പറഞ്ഞു. അങ്ങനെ നിൽക്കുമ്പോൾ കാർത്തികന്റെ അരികിലേക്ക് SI എത്തി. എന്നിട്ട് പറഞ്ഞു, സാർ, ഞാൻ വിവരങ്ങൾ അന്വേഷിച്ചു. അവർ പറയുന്നത് സച്ചിയുടെ മൊബൈൽ ടവറിന്റെ ലൊക്കേഷൻ ബീച്ച് റോഡിന് സൈഡിലായിട്ടാണെന്ന് കാണിക്കുന്നത്. അതും ഇപ്പോ അർച്ചന പറഞ്ഞതുപോലെയുള്ള ആ ഹോസ്പിറ്റലിൽ നിന്ന് 4 കിലോമീറ്റർ മാറി ബീച്ച് റോഡിലായിട്ട്. അവിടെ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ 4 കിലോമീറ്ററിന് മുൻപായി ദൂരെയായിട്ട് അത് മാറി ആ ഒരു ലൊക്കേഷൻ കാണിക്കണമെങ്കിൽ അതിലെന്തോ ദുരൂഹതയുണ്ടെന്നാണ് എൻ്റെ സംശയമെന്ന് വേഗം ACP എല്ലാവരോടും അറിയിച്ചു. അപ്പോഴേക്കും SIക്ക് മറ്റൊരു കോൾ കൂടി വന്നു. SI കോൾ അറ്റൻഡ് ചെയ്തതും അയാൾ പറഞ്ഞു, നമ്മുടെ CCTV ഫോട്ടോസിൽ സച്ചിയുടെ കാറ് സഞ്ചരിച്ചതായിട്ടുള്ള വിഷ്വൽസ് പതിഞ്ഞിട്ടുണ്ട്. അതും നമുക്ക് നമ്മുടെ ഹൈവേ റോഡിലേക്ക് തിരിയുന്ന ഭാഗത്ത് സച്ചി ഇടത്തേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ടതിന് ശേഷം വണ്ടി നിർത്തിയിട്ട് വേഗം വണ്ടി വലത് ദിശയിലേക്കാണ് പോകുന്നത്. ആ സമയത്ത് സച്ചിയോടൊപ്പം മറ്റാരോ കൂടി കാറിലുണ്ടായിരുന്നു. പക്ഷെ ആളുടെ മുഖം മാത്രം വ്യക്തമല്ല. പിന്നീട് അവര് ആ വണ്ടിയുമായി ഇതുവഴി പിന്നീട് CCTVയിലൊന്നും സച്ചിയുടെ കാർ പതിഞ്ഞിട്ടില്ല. അതിനർത്ഥം അവര് CCTV ക്യാമറകളുള്ള ആ വഴി ഒഴിവാക്കിക്കൊണ്ട് മനഃപൂർവ്വം മറ്റെവിടെയോ കൂടി പോയിരിക്കാനാണ് സാധ്യത എന്ന് പറഞ്ഞു. അതെല്ലാം കേട്ടതോടെ നന്ന് ചിരിച്ചുകൊണ്ട് അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, സാർ, ഞാൻ പറഞ്ഞില്ലേ അവൻ ഇവിടെ നിന്നൊന്ന് മാറി നിൽക്കുകയാണെന്ന്. കാരണം അവന് ഈ വിവാഹത്തോട് എതിർപ്പുണ്ട്. ഈ വിവാഹം അവന് ഇഷ്ടമുള്ളതല്ല. അതുകൊണ്ട് തന്നെ അവൻ അവന്റെ ഫ്രണ്ട്സുമായിട്ട് ഇവിടെ നിന്ന് മാറി നിൽക്കാനാണ് സാധ്യത. അതാ സാർ ഞാൻ പറഞ്ഞത്, അന്വേഷണവുമായിട്ട് മുന്നോട്ട് നീങ്ങേണ്ട ആവശ്യമില്ല എന്ന്. അവൻ നാളെ വിവാഹ സമയമാകാറാവുമ്പോൾ അവരിങ്ങോട്ട് എത്തുമെന്ന് പറഞ്ഞപ്പോൾ ACP പറഞ്ഞു, അങ്ങനെ നിങ്ങൾ പറയുന്നത് പോലെ സച്ചി തന്റെ കൂട്ടുകാരോടൊപ്പം ഇവിടെ നിന്ന് മാറി നിൽക്കാനായിട്ട് എങ്ങോട്ടെങ്കിലും പോയതാണെങ്കിൽ തന്നെ അക്കാര്യം അർച്ചനയെ വിളിച്ച് അറിയിക്കണമല്ലോ. അർച്ചനയോട് അക്കാര്യം പറയാതെ സച്ചി പോകേണ്ട ആവശ്യമില്ലല്ലോ. ഇനി അതല്ല, നിങ്ങൾ പറയുന്നത് പോലെ കൂട്ടുകാരോടൊപ്പം പോകുന്ന സമയത്ത് സച്ചിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയാൽ തന്നെ കൂടെയുള്ള സുഹൃത്തുക്കളുടെ ഫോണിൽ നിന്ന് വിളിച്ച് അർച്ചനയെ വിവരം അറിയിക്കാമല്ലോ. അതിനൊന്നും കഴിഞ്ഞിട്ടില്ല. അത് മാത്രമല്ല, സച്ചി ആ ഹൈവേ റോഡിൽ നിന്ന് സച്ചിയുടെ കാറ് CCTV ക്യാമറയിൽ പതിഞ്ഞിട്ട് പിന്നീട് ആ ക്യാമറയിൽ സച്ചിയുടെ CCTV ക്യാമറയിൽ ഒന്നും തന്നെ വഴിയിലിരിക്കുന്ന നമ്മുടെ CCTV ക്യാമറയിൽ ഒന്നും തന്നെ പിന്നീട് സച്ചിയുടെ കാറ് പതിഞ്ഞിട്ടില്ല. അപ്പോ അതിൽ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? കൃത്യമായി തന്നെ സച്ചിയെ ആരോ ട്രാപ്പ് ചെയ്തിരിക്കുന്നതാണ് ഇതിൽ നിന്ന് എനിക്ക് വ്യക്തമാകുന്നത്. സ്വന്തം അനുജത്തിയുടെ വിവാഹത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കാനായിട്ട് ആരെങ്കിലും ശത്രുക്കളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്യാങ് ഇതുപോലെയുള്ള ഈ നാട്ടിലുള്ള ഇത്രയും പ്രശസ്തനായ അല്ലെങ്കിൽ ഇതുപോലെ പ്രശസ്തനായി നിൽക്കുന്ന ഒരു ബിസിനസ്മാനെ തട്ടിക്കൊണ്ടു പോകാൻ ഏതെങ്കിലും ഒരു ഗുണ്ടാ സംഘം, ഒരു കൊട്ടേഷൻ സംഘം പണം മാത്രം മോഹിച്ച് അങ്ങനെ മുന്നിട്ടിറങ്ങിയതാണെങ്കിൽ, പണത്തിന് വേണ്ടി അങ്ങനെ ഒരു കാര്യം അവർ ചെയ്തതാണെങ്കിൽ ഇതിനോടകം ഒരു കോളെങ്കിലും വരണം. കാരണം അയാളുടെ സഹോദരിയുടെ വിവാഹത്തിന്റെ തലേദിവസം അയാളെ തട്ടിക്കൊണ്ടു പോയാൽ ആവശ്യപ്പെടുന്ന പണം നൽകുമെന്ന് അവർക്ക് സ്വാഭാവികമായിട്ടും അറിയാം. ആ നിലയ്ക്ക് അങ്ങനെ പണം എന്തെങ്കിലും ആവശ്യപ്പെടാനാണ് അവർ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇതിനോടകം അങ്ങനെ ഒരു കോള് വരേണ്ടതാണ്. എന്നാൽ അതും ഇവിടെ എത്തിയിട്ടില്ല. അപ്പോ ഇത് മറ്റെന്തോ ട്രാപ്പാണ്. ഇവിടെ നിന്ന് സച്ചി മാറി നിൽക്കണം എന്ന് കൃത്യമായ ഉദ്ദേശമുള്ള മറ്റെന്തോ ഒന്ന്, മറ്റാരോ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു കാര്യം ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഈ എല്ലാം കേട്ടത് വെച്ച് എനിക്ക് തോന്നുന്നത് സച്ചി ആരോ ട്രാപ്പിലാക്കിയിരിക്കുകയാണ് എന്ന് തന്നെയാണ് ഇതിൽ നിന്നുള്ള എന്റെ വിശ്വാസം. അത് കേട്ട് തന്നെ സേതുമാധവൻ വേഗം ACPയുടെ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, സാർ, എന്റെ മോന് ഒന്നും സംഭവിക്കരുത്. അവനെ ആരെങ്കിലും അതുപോലെ ട്രാപ്പ് ചെയ്തിട്ട് ഇരിക്കുകയാണെങ്കിൽ അവനെ എത്രയും വേഗം രക്ഷിക്കണം സാർ. എന്റെ മോന് ഒരാപത്തും വരരുത്. ഇപ്പോഴും സാറ് പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്റെ മോനെ ആരെങ്കിലും ട്രാപ്പിലാക്കിയതാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല സാർ. മറിച്ച് അവൻ ഇവിടെ നിന്ന് തൽക്കാലം മാറി നിൽക്കുന്നതാണെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. വിവാഹം കഴിയുന്ന സമയമാകുമ്പോൾ അവൻ മടങ്ങിയെത്തുമെന്നും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സാറ് ഏത് വിധേനയും എന്റെ മകനെ എത്രയും വേഗം കണ്ടെത്തി എന്റെ അരികിൽ എത്തിക്കണമെന്നാണ് എന്റെ ആഗ്രഹം എന്ന് അറിയിച്ചതും ACP പറഞ്ഞു, ശരി, തീർച്ചയായിട്ടും ഞങ്ങൾ സച്ചിയെ അന്വേഷിച്ചോളാം. ഉടനെ തന്നെ
ശശിയെ കണ്ടെത്താനുള്ള ശ്രമവും ഞങ്ങൾ നടത്തും. നാളെ ഈ സമയത്തിനുള്ളിൽ ശശിയെ കണ്ടെത്താൻ ഞങ്ങൾക്ക് സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ശശിയെ ഉടനെ തന്നെ കണ്ടെത്താൻ കഴിയുമെന്ന് പറഞ്ഞ് അവിടുന്ന് ACP സംഘവും ഇറങ്ങുമ്പോൾ രാജമല്ലിക പിന്നാലെ പോകുന്നതിനിടയിൽ പെട്ടെന്ന് അവിടെ നിൽക്കുന്ന അവന്തികയെ ഒന്ന് രൂക്ഷമായി നോക്കി. അതിനുശേഷം രാജമല്ലികയും മടങ്ങി. ഈ സമയത്ത് അവിടെ നിന്ന് അവന്തികയും ധനുഷും മനഃപൂർവ്വം എന്തോ ചെയ്തതാണ് എന്ന് മനസ്സിലാക്കി ആകെ വിഷമത്തോടെ അർച്ചന നോക്കുന്നു. അതിനുശേഷം അർച്ചന തന്റെ റൂമിലേക്ക് പോകുമ്പോൾ സച്ചിയെ തടങ്കലാക്കിയിരിക്കുന്ന ആ വെള്ളത്തിനകത്ത് ആ പൂളിൽ കിടന്ന് സച്ചി ബഹളം വെച്ചു. ആ നടുത്തളത്തിൽ സച്ചി അങ്ങനെ കിടത്തിയിരിക്കുന്നതുകൊണ്ട് സച്ചി എല്ലാവരെയും വിളിച്ചിട്ട് പറഞ്ഞു, അതെ, നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്? നിങ്ങൾ ആരാ? നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്ന് സച്ചി ബഹളം വെച്ചു. അപ്പോഴാണ് അവിടേക്ക് മിന്നൽ ബിജു എത്തിയത്. എന്നിട്ട് പറഞ്ഞു, അതെ, ഈ കാണുന്ന ആളുകളൊക്കെ ആരാണെന്ന് നിന്നോട് പറയണോ? ഞങ്ങളുടെ പേരും അഡ്രസ്സും ഒക്കെ നിനക്ക് പറഞ്ഞു തരുന്നുണ്ട്. പക്ഷെ അതിപ്പോഴല്ല. എന്തായാലും പൊന്നുമോൻ ഇവിടെ മര്യാദയ്ക്ക് കിടന്നു. നിന്നെ കുറച്ചു നേരം ഇവിടെ കിടത്തേണ്ടത് ഞങ്ങളുടെ ആവശ്യമാണ്. അതുകൊണ്ട് നീ ഇവിടെ സുഖമായി കിടന്നോ എന്ന് പറഞ്ഞപ്പോ സച്ചി ചോദിച്ചു, നിങ്ങൾ ആരാ? നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങളുടെ ഉദ്ദേശം എന്താ എന്ന് ചോദിച്ചപ്പോ മിന്നൽ ബിജു പറഞ്ഞു, ഞങ്ങളുടെ ഉദ്ദേശവും കാര്യവും എന്തൊക്കെയാണ് എന്ന് നിന്നോട് പിന്നീട് ഞങ്ങൾ പറയാം. ഇനി നീ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയാലുണ്ടല്ലോ, പിന്നെ നീ ഇവിടുന്ന് ജീവനോടെ പോകില്ല. അടുത്തുള്ള തന്റെ സഹായിയോട് അതിങ്ങെടുക്കടാ എന്ന് പറഞ്ഞു. ഉടനെ തന്നെ അയാള് ടേപ്പുമായി എത്തിയതും സച്ചിയുടെ മുഖം കവർ ചെയ്ത് സച്ചിയുടെ വാ മൂടിക്കെട്ടുന്ന വിധത്തിൽ തലയ്ക്ക് ചുറ്റുമായി സച്ചിയുടെ വായു പൊത്തി വെക്കുന്ന അവസ്ഥയിൽ ആ ടേപ്പ് അവർ ചുറ്റി. അങ്ങനെ സച്ചി ഇനി ഒരു ബഹളവും ഉണ്ടാക്കാതിരിക്കുന്ന രീതിയിൽ അവർ ടേപ്പ് വെച്ചിട്ട്, ഇനി ഇവിടെ നീ മിണ്ടാതെ കിടന്നോടാ. ഞങ്ങളിപ്പോ നിന്റെ അടുത്തേക്ക് വന്നത് ഇത്രയും ആളുകൾ നിന്റെ ചുറ്റിനിവിടെ ഉണ്ടെന്നും നീ രക്ഷപ്പെട്ടു പോകാൻ ഒരിക്കലും നിനക്ക് കഴിയില്ല എന്നും നിന്നെ ഓർമ്മപ്പെടുത്താനാണ്, മനസ്സിലായോടാ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് അവർ പോയി. ഈ സമയത്ത് ആകെ വിഷമത്തിലായി സച്ചി. ഇനി എന്ത് ചെയ്യുമെന്നുള്ള ആശങ്കയിൽ സച്ചി ആ വെള്ളത്തിനകത്ത് കിടന്ന് തനിക്ക് രക്ഷപ്പെടാനാകുന്നില്ലല്ലോ എന്ന സങ്കടത്തോടെ സച്ചി അവിടെ കിടന്ന് വിഷമത്തോടെ തന്റെ അർച്ചനയെക്കുറിച്ചും ആലോചിച്ച് സങ്കടപ്പെട്ടു. അപ്പോഴാണ് ബാംഗ്ലൂരിലെത്തിയ സന്ധ്യ ഡോക്ടർ തന്റെ സുഹൃത്തായ മറ്റു ഡോക്ടറിനോട് സംസാരിക്കുന്നത്. 1-2 ദിവസം കൂടി, ഒരു 10 ദിവസത്തേക്കാണ് ഞാൻ ലീവ് എടുത്തിരിക്കുന്നത്. ഇനി ഞാൻ ഉദ്ദേശിച്ച കാര്യം നടന്നിട്ടില്ല എങ്കിൽ ലീവ് എക്സ്റ്റെൻഡ് ചെയ്യാനും ഞാൻ തീരുമാനിച്ചിരിക്കുകയാണെന്ന് സന്ധ്യ ഡോക്ടർ അറിയിച്ചു. അപ്പോഴാണ് ആരോ കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ടത്. 1 മിനിറ്റ്, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് സന്ധ്യ ഡോക്ടർ വേഗം കോള് കട്ട് ചെയ്തതിന് ശേഷം വാതിൽ തുറന്ന് നോക്കുന്നു. അപ്പോഴേക്കും വാതിക്കൽ 2 ഗുണ്ടകൾ നിൽക്കുന്നത് കണ്ടതോടെ സന്ധ്യ ഡോക്ടർ ചോദിച്ചു, ആരാ? എന്താ വേണ്ടത്? അവർ സന്ധ്യ ഡോക്ടറെ നോക്കി ചിരിച്ചതിന് ശേഷം അവർ തന്റെ കയ്യിലിരുന്ന ആ കത്തി സന്ധ്യ ഡോക്ടറെ കാട്ടി ഭയപ്പെടുത്തി. ആ കാഴ്ച കണ്ടതും സന്ധ്യ ആകെ ഞെട്ടലോടെ നിന്നു. അതിനുശേഷം അർച്ചന സച്ചിയെക്കുറിച്ച് ഒരു വിവരം കിട്ടാത്തതിന് ആലോചനയിൽ അങ്ങനെ ഇരിക്കുമ്പോൾ അർച്ചന മൊത്തത്തിലൊന്ന് നിരീക്ഷിച്ചു, ആലോചിച്ചു നോക്കി എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന്. ഇപ്പോ എൻ്റെ അടുത്ത് ആരും തന്നെ ഇല്ല. സന്ദീപ് ആണെങ്കിൽ ഹോസ്പിറ്റലായി പോയി, ആതിരമോളും ഹോസ്പിറ്റലായി, പിന്നീട് അനൂപേട്ടനും ഹോസ്പിറ്റലിൽ, അനൂപേട്ടനെ നോക്കാനായി മീരയെടുത്തിയും അവിടെ തന്നെ. ഇപ്പോഴാണെങ്കിൽ സച്ചിയേട്ടനെ ആരോ എൻ്റെ അരികിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നു. പിന്നെ സന്ധ്യ ഡോക്ടർ ആണെങ്കിലും എൻ്റെ അരികിൽ നിന്ന് എത്രയോ ദൂരത്തിലാണ്, ബാംഗ്ലൂരിൽ ഡോക്ടറെയും ആക്കി. ഇപ്പോൾ സത്യത്തിൽ എന്നെ സഹായിക്കാനായി അരികിലുണ്ടായിരുന്ന എല്ലാവരും എൻ്റെ അരികിൽ നിന്ന് മാറി നിൽക്കുകയാണ്. ഇതെന്തൊരു അവസ്ഥയാണ് ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ടും അർച്ചന അങ്ങനെ ഇരിക്കുമ്പോൾ സന്ധ്യ ഡോക്ടറെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകുന്ന ആ ഗുണ്ടകളുടെ കൂടെ ഇരിക്കുന്ന സന്ധ്യ ഡോക്ടർ തന്റെ മൊബൈൽ ഫോണിൽ അവരറിയാതെ അർച്ചനയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. അർച്ചന കോൾ എടുത്ത് ഹലോ ഡോക്ടറെ എന്ന് വിളിച്ചതും വേഗം സന്ധ്യ ഡോക്ടർ എടുത്തിട്ട് പറഞ്ഞു, അർച്ചന, ഞാൻ അപകടത്തിലാണ് അർച്ചന എന്ന് പറഞ്ഞത് മാത്രം സന്ധ്യ ഡോക്ടർ പറയുന്നത് ആ ഗുണ്ടകൾ അന്വേഷിച്ചു. അപ്പോഴേക്കും സന്ധ്യ ഡോക്ടറുടെ കയ്യിൽ നിന്ന് ഗുണ്ടകൾ ഫോൺ പിടിച്ചു വാങ്ങിക്കുന്നു. ഡോക്ടർ ബഹളം വയ്ക്കുന്നത് ആ സങ്കടത്തോടെ സന്ധ്യ ഡോക്ടർ ഒച്ചയുണ്ടാക്കുന്നത് അർച്ചന കേൾക്കുന്നു. സന്ധ്യ ഡോക്ടറും അപകടത്തിലാണെന്നുള്ള വിവരം അറിഞ്ഞതോടെ അർച്ചന ആകെ നിരാശയിലായി. താൻ ഇനി എന്ത് ചെയ്യുന്നോർത്ത് ആകെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ACPയും SIയും സച്ചിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം കണ്ടെത്താൻ കഴിയുമോ എന്നുള്ള അന്വേഷണത്തിൽ അങ്ങനെ മുന്നോട്ട് നീങ്ങുമ്പോഴാണ് SI രാജമല്ലികയെ വിളിച്ച് മറ്റൊരു സംഘം വിവരം അറിയിക്കുന്നത്. പോലീസ് അന്വേഷിക്കുന്നതിനിടയിൽ റോഡരികിലായി അങ്ങനെ ഒരു കാറ് കണ്ടെത്തിയ വിവരം SIയെ വിളിച്ച് അറിയിച്ചു. SI അവിടേക്ക് എത്തിച്ചേർന്നതും വിവരങ്ങളൊക്കെ SI ചോദിക്കുന്നു. ഈ കാറ് ആരാണ് കണ്ടതെന്നും എങ്ങനെയാണ് കാറ് ഇവിടെ കിടന്നിരുന്നതെന്നും അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് കാറിനുള്ളിൽ മൊബൈൽ ഫോൺ ഉണ്ടെന്നും
പിന്നെ കാറിന്റെ ഫ്രണ്ട് ഡോറിന്റെ സൈഡ് ഡോറില് വിൻഡോ അടച്ചിട്ടുണ്ടായിരുന്നില്ല. കാർ ലോക്കാകാതിരിക്കാൻ മനഃപൂർവ്വം അവരത് അടയ്ക്കാതിരുന്നെന്നാണ് എൻ്റെ ഒരു വിശ്വാസമെന്ന് പോലീസ് പറഞ്ഞു. അതെല്ലാം കേട്ട് ACP വരവിനായി പ്രതീക്ഷയുടെ രാജമല്ലിക നിൽക്കുകയും ACP സാറിനെ വിവരം അറിയിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുകയും ചെയ്തതോടെ സാർ ഇപ്പോൾ എത്തുമെന്നാണ് എന്ന് പറഞ്ഞിട്ടുള്ളതെന്ന് കോൺസ്റ്റബിൾ അറിയിച്ചു. വേഗം തന്നെ രാജമല്ലിക ആ കാറ് പരിശോധിച്ചു. അതിനുള്ളിൽ സച്ചിയുടെ മൊബൈൽ ഫോൺ കിടക്കുന്നതും കാറ് വഴിയരികിൽ കണ്ടതും എല്ലാ വിവരങ്ങളും ഉടനെ തന്നെ അർച്ചന അറിയിക്കാനായി അവർ തീരുമാനിച്ചു. അപ്പോഴാണ് അർച്ചന റൂമിലിരുന്ന് ആകെ സങ്കടപ്പെട്ടത്. ഈ സമയത്ത് അവിടേക്ക് എത്തിയ അനഘ അർച്ചനയോട് പറഞ്ഞു, എടുത്തി സമാധാനപ്പെട്, സങ്കടപ്പെടാതിരിക്കെ. നന്ദേട്ടൻ പറഞ്ഞതുപോലെ സച്ചിയേട്ടൻ അല്പസമയം കഴിയുമ്പോൾ ഇവിടേക്ക് എത്തും. സച്ചിയേട്ടൻ തൽക്കാലം ഈ വിവാഹത്തിന് എതിരെ പറഞ്ഞിട്ടും ആരും സച്ചിന്റെ വാക്കുകൾ വിശ്വസിക്കാതെയും കേൾക്കാതെ ഇരുന്നതിനുള്ള വിഷമം കൊണ്ട് സച്ചിയേട്ടൻ എങ്ങോട്ടേലും മാറി നിൽക്കുന്നതായിരിക്കും. എടുത്തി സമാധാനപ്പെട് എന്ന് പറഞ്ഞപ്പോൾ അർച്ചന പറഞ്ഞു, അങ്ങനെയൊന്നും സച്ചിയേട്ടൻ ചെയ്യില്ല അനഘെ. സച്ചിയേട്ടൻ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തന്നെ അത് എന്നോടൊരു വാക്ക് പറയും. ഞാൻ എങ്ങോട്ടേലും മാറുകയാണെന്നും അല്ലെങ്കിൽ എന്താ സച്ചിയേട്ടൻ ചെയ്യാൻ പോകുന്നുവെന്ന് എന്നോടൊന്ന് പറഞ്ഞിട്ട് മാത്രമേ സച്ചിയേട്ടൻ അങ്ങനെ ചെയ്യാറുള്ളൂ. ഇത് എന്റെ സച്ചിയേട്ടന് മറ്റെന്തോ സംഭവിച്ചിട്ടുണ്ട്, അത് തീർച്ചയാണ്. എന്താണ് എന്ന് ആരും പറയുന്നില്ല എന്ന് മാത്രം. സച്ചിയേട്ടൻ എന്തോ ആപത്തിൽ പെട്ടിരിക്കുകയാണ്, അതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല എന്ന് പറഞ്ഞ് അർച്ചന സങ്കടപ്പെടുമ്പോൾ ധനുഷും അവന്തികയും കൂടി വാതുക്കലേക്ക് എത്തുന്നു. അർച്ചനയും അനഘയും കൂടി സംസാരിക്കുന്നത് കേട്ടെന്ന അവന്തിക ധനുഷിനെ നോക്കി. അർച്ചന പറഞ്ഞു, എന്റെ സച്ചിയേട്ടന് എന്തോ പറ്റിയിട്ടുണ്ട്, അത് തീർച്ചയാണ്. സച്ചിയേട്ടനെ ഇത്രയും നേരം സച്ചിയേട്ടൻ എന്നെ ഒന്ന് വിളിക്കാതെ പോലും ഇരിക്കില്ല, അത് ഉറപ്പാണെന്നൊക്കെ പറയുമ്പോൾ അവന്തിക വളരെ സങ്കടത്തോടെ ധനുഷിനെയും വിളിച്ചുകൊണ്ട് അർച്ചനയുടെ അരികിലേക്ക് എത്തി. അർച്ചനയും എല്ലാവരും പറയുന്നത് പോലെ നീ ഇങ്ങനെ സങ്കടപ്പെടാതിരിക്കേ. സത്യത്തിൽ എനിക്കും വിഷമമുണ്ട്. നിന്നേക്കാളേറെ വിഷമം ഇപ്പോഴെനിക്കാണ്. കാരണം അവൻ എനിക്ക് ജനിക്കാതെ പോയ എൻ്റെ മോനല്ലേ. അതുകൊണ്ട് തന്നെ അവന് എന്ത് സംഭവിച്ചുവെന്നും അവൻ എവിടെയാണെന്നും അറിയാത്തതിൽ എനിക്കും വല്ലാത്ത നിരാശയും സങ്കടമൊക്കെ ഉണ്ട്. എന്തായാലും അവൻ ഈ വിവാഹത്തിൽ നിന്ന് എതിർപ്പ് പറഞ്ഞു നിന്നതിനാൽ മനഃപൂർവ്വം അവൻ എവിടേക്കെങ്കിലും മാറി നിൽക്കാനാണ് സാധ്യതയെന്നാണ് എനിക്കും തോന്നുന്നത്. എന്തായാലും ഇവിടെയുള്ള എല്ലാവരും തന്നെ ആകെ ടെൻഷനിലാണ്. അതോടൊപ്പം അവരെല്ലാവരും ശശി ഉടനെ തന്നെ മടങ്ങി എത്തുമെന്നുള്ള വിശ്വാസത്തിലുമാണ്. നീ ഇങ്ങനെ സങ്കടപ്പെട്ട് കരഞ്ഞിരുന്നാൽ എങ്ങനെയാവും അർച്ചനയും? അതുകൊണ്ട് സമാധാനത്തോടെ ഇരിക്കെ, ശശി ഉടനെ തന്നെ മടങ്ങിയെത്തും എന്നെല്ലാം അർച്ചനയെ അവന്തിക സമാധാനപ്പെടുത്തും വിധത്തിൽ ഒരു പേരിനൊന്നോണം പറയുമ്പോൾ ഇത് കേട്ട് നിന്ന ധനുഷ് പറഞ്ഞു, അതുതന്നെയാണ് എനിക്കും പറയാനുള്ളത്. സച്ചി സാറ് എവിടേക്കെങ്കിലും തൽക്കാലത്തേക്കൊന്നും മാറി നിൽക്കുന്നതായിരിക്കും, എല്ലാവരെയും ഒന്നും ഭയപ്പെടുത്താനായിട്ട്. അത് കഴിഞ്ഞ് ശശി സാർ നാളെ ഇങ്ങോട്ടെത്തും, അത് തീർച്ചയാ. ഇപ്പോൾ ഞാനിവിടേക്ക് അവന്തിക മേഡത്തിനോട് വന്നത് തന്നെ വിവാഹം ഈ ഒരു അവസ്ഥയിൽ നടത്തണ്ട എന്ന് ഞാൻ നന്ദൻ സാറിനോട് പറഞ്ഞതാണ്. എന്റെയും സ്നേഹയുടെയും അഭിപ്രായം അതുതന്നെയായിരുന്നു. പക്ഷേ നന്ദൻ സാറിനാണ് നിർബന്ധം. എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാലും ഈ വിവാഹം മുടക്കാൻ പാടില്ല എന്നും ജ്യോത്സ്യം പറഞ്ഞ സമയത്തിനുള്ളിൽ വിവാഹം നടത്തിയില്ല എങ്കിൽ എന്തൊക്കെയോ ദോഷങ്ങൾ ഉണ്ടാകുമെന്നുമൊക്കെയാണ് നന്ദൻ സാറ് പറയുന്നത്. പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? സച്ചി സാറിൻ്റെയും ഇപ്പോഴത്തെ ഈ അഭാവത്തിൽ വിവാഹം നടത്തണ്ട എന്ന് പറഞ്ഞിട്ടും ആരും കേൾക്കുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ഇനി എങ്ങനെയാണ് ഇതിനോട് എതിർക്കുക? അതുകൊണ്ട് വിവാഹത്തിന് തൊട്ട് മുൻപെങ്കിലും സച്ചി സാറ് വരുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എന്തായാലും സ്നേഹയുടെയും എൻ്റെയും ആഗ്രഹവും സച്ചി സാർ ഉടനെ എത്തണമെന്ന് തന്നെയാണ് എൻ്റെ പ്രാർത്ഥനയും. അത് എപ്പോഴും സച്ചി സാറ് എത്രയും വേഗം മടങ്ങി എത്തണമെന്ന് തന്നെയുള്ള പ്രാർത്ഥനയിലാണ് ഞാനും എന്ന് പറഞ്ഞപ്പോൾ രാജമല്ലികയുടെ കോള് അർച്ചനയുടെ ഫോണിലേക്ക് എത്തി. അർച്ചന വേഗം കോൾ എടുത്തതും രാജമല്ലിക പറഞ്ഞു, സച്ചിയുടെ കാർ ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. കാറിനുള്ളിൽ സച്ചിയുടെ മൊബൈൽ ഫോണുമുണ്ട്. ബീച്ച് റോഡിന് സൈഡിലായിട്ടാണ് കാറ് കണ്ടെത്തിയതെന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ അർച്ചന അവളുടെ പ്രതീക്ഷയോടെ, മേഡം സച്ചിയേട്ടൻ എന്ന് പറഞ്ഞതും, സച്ചിയെ ഈ പരിസരത്തെല്ലാം ഞങ്ങൾ അന്വേഷിച്ചു, പക്ഷെ ഇവിടെ എങ്ങും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ, മേഡം ഞാൻ ഇപ്പൊ തന്നെ വരാം എന്ന് പറഞ്ഞ് അർച്ചന ഉടനെ തന്നെ അവിടേക്ക് പുറപ്പെട്ടു. ഇത് കണ്ടു നിന്ന അവന്തികയും ധനുഷും പറഞ്ഞു, അതെ ഇപ്പോൾ അവൾ പോയിരിക്കുന്നതേ. അവന്തിക ധനുഷിനോട് അറിയിച്ചു, അവൾ പോയത് ബീച്ച് റോഡിൽ സച്ചിയുടെ കാറ് ഇട്ടിരിക്കുന്ന സ്ഥലത്തേക്കാണ്. കാർ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ അവിടെ കണ്ടതുകൊണ്ട് അവിടേക്കാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. എന്തായാലും ഉടനെ തന്നെ കാറ് കാണാനായി അവിടേക്ക് കാറിന്റെ കാറിനെ സച്ചിയെ എങ്ങോട്ടെങ്കിലും മാറ്റിയതാണെന്നൊക്കെ കാണാനായിട്ടൊക്കെ ആയിരിക്കാം അർച്ചന എന്തെങ്കിലും കണ്ടെത്താൻ കഴിയുന്നുള്ള, സച്ചിയെ രക്ഷിക്കാൻ കഴിയുന്നുള്ള വിശ്വാസത്തിൽ അവിടേക്ക് പുറപ്പെടുന്നത്. ഇവിടെയുള്ളവരെല്ലാം ഇപ്പോൾ തന്നെ ഈ വിവരം അറിഞ്ഞ് അങ്ങോട്ട് ഓടുകയും ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ
അവന്തികയോട് ധനുഷ് ചോദിച്ചു, പേരിനെങ്കിലും നമുക്കൊന്ന് ചെല്ലണ്ടേ, ഇല്ലെങ്കിൽ അത് മോശമാവില്ലേ എന്ന് ചോദിച്ചപ്പോ അവന്തിക പറഞ്ഞു, ഓ ഞാൻ മടുത്തു, ഈ ശോകം ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഒരു അവസ്ഥയിൽ മുന്നോട്ട് പോകാൻ എന്നെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും ഇവിടെ തന്നെ എന്തെങ്കിലും കാരണം പറഞ്ഞു നിന്നോളാം എന്ന് പറഞ്ഞപ്പോ ധനുഷ് പറഞ്ഞു, എന്നാ ഞാനൊന്ന് ചെല്ലട്ടെ, അല്ലെങ്കിൽ അവർക്ക് സംശയം തോന്നില്ലേ എന്ന് പറഞ്ഞ് ധനുഷ് പോകുമ്പോൾ അവന്തിക പുതിയ പദ്ധതികളെ കുറിച്ച് മനസ്സിൽ ആലോചിച്ചു കൂട്ടിക്കൊണ്ട് അവന്തിക അങ്ങനെ നിൽക്കുന്നു.